വെയിറ്റ് ലോസ് തുടങ്ങണം, തടി കുറക്കണമെന്ന് പലതവണ വിചാരിച്ചിട്ടുണ്ടോ? പക്ഷെ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മൂഡ് പോകുന്ന അവസ്ഥയാണോ? രുചിയില്ല, വയറ് നിറയില്ല, 2 ദിവസം കഴിഞ്ഞാൽ തന്നെ ഡയറ്റും അടുത്തു പോകും. ഇതൊക്കെയാണോ സാധാരണ നിങ്ങളുടെ പ്രശ്നങ്ങൾ? പക്ഷെ ഹോണസ്റ്റ് ആയിട്ട് പറയാം, വെയിറ്റ് ലോസ് എന്നത് പട്ടിണി കിടക്കുന്നതല്ല. ശരിയായി ബ്രേക്ക്ഫാസ്റ്റ് ചൂസ് ചെയ്താൽ തന്നെ ബോഡി നാച്ചുറലി ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. 7 ദിവസത്തിനായിട്ട് 7 സൂപ്പർ ഹെൽത്തി ടേസ്റ്റി ഈസി വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, വീട്ടിൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അതേസമയം വയറത് ഫുള്ളാക്കുന്നതായിരിക്കും. നമ്മുടെ ക്രേവിങ്സ് കുറയും, ഒരു ദിവസം ഒരു ഫുൾ ഡേ എനർജി കിട്ടുകയും ചെയ്യും. ഡയറ്റ് ചെയ്യുന്നവർക്കും ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ സൂപ്പർ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം നമ്മുടെ ആദ്യത്തെ ഹെൽത്ത് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിലേക്ക് പോകാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ഹയർഫിറ്റ് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതിൽ ജോയിൻ ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി ഒരു 10 വയസ്സ് മുതൽ 72 വയസ്സുള്ള ഉമ്മ വരെയുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ് ലോസ് ചെയ്യണമെന്നോ അതേപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കണമെങ്കിൽ പ്രായമൊന്നും ഒരു പ്രശ്നമല്ല, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് ബ്രേക്ക്ഫാസ്റ്റ് ആദ്യത്തെ പരിചയപ്പെടാം. കോൺ സ്പൈനാച്ച് സാൻഡ്വിച്ച്. ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ബോറിംഗ് ആണെന്ന് തോന്നുന്നവർക്ക് ഈ റെസിപ്പി തീർച്ചയായിട്ടും ഒരു സൂപ്പർ സർപ്രൈസ് ആയിരിക്കും. കാരണം ഹെൽത്തി ആയിട്ട് ഒരു കഫേ സ്റ്റൈലിൽ ടേസ്റ്റിൽ കിട്ടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഇതിൽ മെയിൻ ഹീറോ എന്ന് പറയുന്നത് ചീരയും കോണും ആണ്. ഈ ചീരയിൽ കലോറി വളരെ കുറവാണ്, പക്ഷെ ധാരാളം ഫൈബർ ഉണ്ട്, അയൺ കണ്ടന്റ് ഉണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഈ കോൺ എന്നുള്ളത് ഒരു ലിറ്റിൽ സ്വീറ്റ് ടേസ്റ്റ് തരുന്നുണ്ട്. അതുകൊണ്ട് ഈ സാൻഡ്വിച്ച് വളരെ ടേസ്റ്റി ആയിരിക്കും. അതേസമയം തന്നെ അത് വയറ് ഫുള്ളാവാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ലോങ് ടൈം ആയിട്ട് നമ്മുടെ വയറ് ഫുള്ളായിരിക്കാനുള്ള റെസിപ്പികളാണ് ഇതിന് അത്യാവശ്യം. അപ്പോൾ ഈ സാൻഡ്വിച്ച് ഇതിന് പെർഫെക്റ്റ്ലി ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. മയോണൈസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ അധികം ചേർക്കരുത്. അതുപോലെ ബട്ടർ ഒരുപാട് ചേർത്തിട്ടും ഇത് ഉണ്ടാക്കരുത്. ഹെൽത്തി ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ബ്രെഡിൻ്റെ ഉള്ളിൽ ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഒരു പാനിൽ കുറച്ച് ഓയിൽ ചേർക്കുക, അല്ലെങ്കിൽ ബട്ടർ ചേർക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക, പച്ചമുളക് ചേർത്ത് കൊടുക്കുക, വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇവയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമുക്ക് ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് ചീര നമ്മൾ അതിലേക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി വെന്തതിന് ശേഷം ഒരു ക്രീമി ആവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ്, ആവർത്തിക്കുകയാണ്, ഒരു ചെറിയ പീസ് ചീസ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പൊ ഒരു ക്രീമി ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി സാൻഡ്വിച്ച് റെഡിയാക്കാം കേട്ടോ. അതിന് 2 ബ്രെഡ് എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോൾ വീറ്റ് ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മൾട്ടി ഗ്രെയിൻഡ് ബ്രെഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏതാണ് നല്ല ബ്രെഡ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനി ആ ബ്രെഡിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിലേക്ക് കുറച്ച് മിന്റ് ചട്നിയും. ഇനി നമുക്ക് അതിലേക്ക് ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് 2 ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കണം. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ ബ്രെഡ് സ്ലൈസ് അതിന്റെ എണ്ണം കൂടരുത്. അതായത് സാൻഡ്വിച്ചിന്റെ എണ്ണം കൂടരുത്. 2 സ്ലൈസ് മതി കേട്ടോ. ഇതിൽ വെജിറ്റബിൾസും അതുപോലെ വെജിറ്റബിൾസ് ആയിട്ടുള്ള ഫില്ലിംഗ് കൂടുതലായിരിക്കണം. ബട്ടർ വളരെ കുറച്ച് മാത്രം അപ്ലൈ ചെയ്തിട്ട് സാൻഡ്വിച്ച് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഔട്ട്സൈഡ് പുറമെ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും.
ഇനി മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും ഇത് പെർഫെക്റ്റ് ആണ്. അപ്പൊ ആദ്യത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ വെയിറ്റ് ലോസ് സീരീസിലെ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ പാക്ഡ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബേസൻ ചീല. കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ചില്ലിയാണ്. ഇത് നോർത്തിലാട്ടോ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പൊ ഹോണസ്റ്റ്ലി ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും വിശക്കാൻ തുടങ്ങും. പക്ഷെ ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ആ വിശക്കുന്നതിന് വലിയ മാറ്റങ്ങൾ വരും. കാരണം നമുക്ക് പെട്ടെന്നൊന്നും വിശക്കില്ല. അതുകൊണ്ടാണ് ബേസൻ ചില്ല വെയിറ്റ് ലോസിന് ഇത്രയും നല്ലതാന്ന് പറയുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ കടലമാവാട്ടോ. ഇതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ സമയം വയറ് ഫുൾ ആവാൻ സഹായിക്കുന്നുണ്ട്. അൺനെസസറി ആയിട്ടുള്ള ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയോ? ഹെൽത്തി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. വെയിറ്റ് ലോസിന് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. കാരണം നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വെജിറ്റബിൾസ് ആണ്. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള നല്ല പച്ചക്കറികളെല്ലാം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ റെസിപ്പി ഏതാന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഒരു ബൗൾ എടുക്കുക, ഒരു 1.5 കപ്പ് കടലമാവ് എടുക്കുക. ഇനി അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഇവയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, കൊറിയാണ്ടർ ലീവ്സ്. നിങ്ങൾക്ക് വീട്ടിൽ ഇഷ്ടപ്പെട്ട പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അധികം കട്ടിയില്ലാത്ത എന്നാൽ വളരെ നേർത്തും പോവാത്ത മാവായിരിക്കണം. ഏകദേശം മാവിന്റെ ഒരു പരുവം എന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഒരു അയൺ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് അത് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഓയിൽ മാത്രം ഒന്ന് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഒരു ഭാഗം നന്നായി വെന്തതിന് ശേഷം മറ്റേ ഭാഗവും നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് മിൻ ചട്നിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. വെയിറ്റ് ലോസ് ടിപ്സ് എന്ന് പറയുന്നത് ഇതിലെ ഓയിൽ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. പിന്നെ ഇതിന്റെ സൈഡ് ഡിഷ് ആയിട്ട് മറ്റ് ക്രീമി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും നിങ്ങൾ ചൂസ് ചെയ്യരുത്. ഇനി പറയാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 2 മീഡിയം ചില്ല മാത്രം മതി. കാരണം അത് തന്നെ നമ്മുടെ വയറ് ഫില്ലാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. എനർജി ഒരുപാട് സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് അല്ലേ? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. അപ്പൊ 2 ബ്രേക്ക്ഫാസ്റ്റുകൾ പരിചയപ്പെട്ടു അല്ലേ? ഇനി അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് പറയാം. അത് ഹോണസ്റ്റ്ലി ബിസി മോർണിംഗ് ആണ്. നമുക്ക് കുക്ക് ചെയ്യാൻ ടൈം ഇല്ല, പക്ഷെ ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളവർക്ക് തോന്നുന്നവർക്ക് വളരെ ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ നമുക്കൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആണ് ആപ്പിൾ പീനട്ട് ബട്ടർ സ്മൂത്തി. അതായത് ഇത് നോർമൽ സ്മൂത്തി ഒന്നുമല്ല. നമുക്ക് സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ, അതായത് മധുരം കഴിക്കണം എന്നുള്ള ആ ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ ഇതൊരു സൂപ്പർ റെസിപ്പിയാണ്. ആദ്യമായിട്ട് അതിൽ ആപ്പിളിൽ നല്ല നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ട്. അതുപോലെ വയറ് ഫില്ല് ചെയ്യാനും ഫുള്ളായിട്ട് ഫീൽ ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പീനട്ട് ബട്ടർ എന്നുള്ളത് ഹെൽത്തി ഫാറ്റ് ഉണ്ട്, അതിൽ പ്രോട്ടീൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ നേരം നമുക്ക് എനർജി തരികയും ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ സ്മൂത്തി കഴിച്ചാൽ നമ്മുടെ പെട്ടെന്നുള്ള വിശപ്പ് കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡിനുള്ള ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാട്ടോ. ഒരു ബ്ലെൻഡറുള്ള ജാർ എടുക്കുക, ഒരു ബ്ലെൻഡർ ജാർ എടുക്കുക. അതിലേക്ക് ഒരു ചോപ്പ്ഡ് ആപ്പിൾ ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഏലക്കായുടെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ആൽമണ്ട്സ്, 1 ടീസ്പൂൺ പീനട്ട് ബട്ടർ. ഈ പീനട്ട് ബട്ടർ വീട്ടിൽ ഉണ്ടാക്കുന്നതാട്ടോ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റ് ഇല്ലാത്ത പീനട്ട് ബട്ടർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണൽ ആട്ടോ, എല്ലാവരും ചേർക്കണമെന്നില്ല. ഇനി 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുക. അത് കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സീഡ്സും ആൽമണ്ട്സും ആപ്പിൾ സ്ലൈസസും ഒക്കെ വെച്ച് കൂടുതൽ ഭംഗിയാക്കുക, കൂടുതൽ ഹെൽത്തി ആക്കുക.
ഇതിൽ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ആ ആപ്പിളിന്റെ നാച്ചുറൽ സ്വീറ്റ്നർ തന്നെ മതി അതിന്. അതുകൊണ്ട് പറ്റുന്നവർ ആ ഹണി പോലും ഒഴിവാക്കണം. വെയിറ്റ് ലോസ് ടിപ്പ് എന്ന് പറയുന്നത് പീനട്ട് ബട്ടർ അതിൽ ഹെൽത്തി ആണെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി കൺട്രോൾ ചെയ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. 1 ടീസ്പൂൺ തന്നെ മതി. കൂടുതൽ പീനട്ട് ബട്ടർ ഇട്ടാൽ അത് കൂടുതൽ ഹെൽത്തി ആവുന്നല്ല, അതിന്റെ കലോറി കൂടുന്നുള്ളതാണ്. അതുപോലെ ഈ സ്മൂത്തി വളരെ തിന്നാക്കി ഉണ്ടാക്കരുത് കേട്ടോ. കാരണം അത് കുറച്ചൊന്ന് തിക്കായാൽ മാത്രമാണ് വയറ് ഫുൾ ആവാൻ അത് സഹായിക്കുക. അപ്പൊ മോർണിംഗ് ഭയങ്കര റഷ് ആണ് എന്നുള്ള ദിവസങ്ങളിലൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഹെൽത്തി ആണ്, ക്രീമി ആണ്, സൂപ്പർ സാറ്റിസ്ഫൈങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത വെയിറ്റ് ലോസ് റെസിപ്പിയെ പരിചയപ്പെട്ടാലോ? ഹെൽത്തി വെജിറ്റബിൾ പോഹ. പോഹ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ അവിൽ കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. ഇത് ഒന്നുകൂടി വെറൈറ്റി ആട്ടോ. ചിലർക്ക് തോന്നും ഈ അവിലൊക്കെ കഴിച്ചാൽ വെയിറ്റ് കൂടുന്നുള്ളത്. പക്ഷെ ശരിയായ രീതിയിൽ ഉണ്ടാക്കിയാൽ പോഹ ആക്ച്വലി വെയിറ്റ് ലോസിന് വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കാരണം പോഹ ലൈറ്റ് അല്ലേ, ഡൈജഷനും ഈസിയാണ്, അതേസമയം വയറ് ഫുൾ ആക്കുകയും ചെയ്യും. അതുകൊണ്ട് അൺനെസസറി ആയിട്ടുള്ള ക്രേവിങ്സ് കുറയ്ക്കും, നമുക്ക് എനർജി കിട്ടുകയും ചെയ്യും. പക്ഷെ ഇത് ഉണ്ടാക്കുമ്പോഴുള്ള സ്മോൾ ട്രിക്ക് ഉണ്ട്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പോഹ തയ്യാറാക്കുമ്പോൾ കൂടുതൽ പോഹയും കുറച്ച് വെജിറ്റബിളും എന്നുള്ളതല്ല, കുറച്ച് പോഹയും കൂടുതൽ വെജിറ്റബിൾസും ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ബൗൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഏകദേശം 1/2 കപ്പ് മാത്രം പോഹ ഉപയോഗിക്കാം. അതിലേക്ക് ക്യാരറ്റ്, ബീൻസ്, ഓണിയൻ, ക്യാപ്സിക്കം, ഗ്രീൻ പീസ് പോലുള്ള വെജിറ്റബിൾസ് എത്രയും നിങ്ങൾക്ക് പറ്റുമോ അത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസ് കൂടുതലായാൽ കാലറി കുറയും, ഫൈബർ കൂടുതലാവും, വയറ് കൂടുതൽ നേരം ഫുൾ ആയിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. അപ്പൊ റെസിപ്പി നോക്കിയാലോ? 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചോളൂ കേട്ടോ. അതിലേക്ക് കുറച്ച് നിലക്കടല ചേർത്തിട്ട് വറുത്ത് മാറ്റി വെക്കുക. ആ നിലക്കടയിൽ നല്ല ഫാറ്റ് ഉണ്ട്, അതുപോലെ ഹൈ പ്രോട്ടീൻ ഉണ്ട്. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ക്യാപ്സിക്കം, ഉരുളക്കിഴങ്ങ് വേവിച്ചത്, ഗ്രീൻ പീസ്, വേവിച്ച ഗ്രീൻ പീസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ബീട്രൂട്ട് കൂടി ആഡ് ചെയ്ത് കൊടുത്തോളൂ. ഇനി അത്യാവശ്യമുള്ള വെജിറ്റബിൾസ് നമ്മൾ ആഡ് ചെയ്തു കേട്ടോ. ഇനി ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഉപ്പ്, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അവില് നേരത്തെ കഴുകി വൃത്തിയാക്കി 1/2 കപ്പ് അവിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ റെസിപ്പി ഒന്ന് നോക്കി, അതിൽ കൂടുതൽ പച്ചക്കറികളും അവിലിന്റെ അളവ് കുറവുമാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നിലക്കടല കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള നല്ല ഡെലീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിൽ വെയിറ്റ് ലോസിനുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓയിൽ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക, പീനട്ട്സ് ആഡ് ചെയ്യാം, പക്ഷെ അതും അളവ് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഷുഗർ ഒന്നും ചേർക്കരുത്. ഹെൽത്തി ആയിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. അപ്പൊ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കേട്ടോ. ഇനി നമ്മുടെ അടുത്ത റെസിപ്പിയാണ്. ഇത് നമ്മുടെ വെയിറ്റ് ലോസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫീൽ ചെയ്യുന്ന ഒന്നാണ്. സ്പാനിഷ് ഓംലെറ്റ് ആണ്. ഒരുപാട് വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എഗ് ബ്രേക്ക്ഫാസ്റ്റ് പലർക്കും ഇഷ്ടമാണ് അല്ലേ? പക്ഷെ എപ്പോഴും സെയിം ബോയിൽഡ് എഗ് അല്ലെങ്കിൽ പ്ലെയിൻ ഓംലെറ്റ് കഴിച്ച് മടുത്തിട്ടാണോ അല്ലെ പലരും ഉള്ളത്? അപ്പൊ നമുക്കൊരു നെക്സ്റ്റ് ലെവൽ ഓപ്ഷൻ നോക്കാം. വെയിറ്റ് ലോസ് സമയത്ത് കാലറി കുറയ്ക്കാനും വയറ് ഫുള്ളാക്കാനുമായിട്ടുള്ള ഈസി ആയിട്ടുള്ള ട്രിക്ക് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു അല്ലെ? വെജിറ്റബിൾസ് കൂട്ടുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ടിപ്പ്. ഇതിൽ നിങ്ങൾക്ക് ഏത് വേണത്തിൽ ക്യാപ്സിക്കം ആയാലും ഓണിയൻ ആയാലും ടൊമാറ്റോ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. പ്ലേറ്റ് ഫുള്ളായി കാണും ചെയ്യും, നമ്മുടെ കലോറി കുറയുകയും ചെയ്യും. അപ്പൊ നമുക്ക് റെസിപ്പി നോക്കാം കേട്ടോ. ആദ്യം ഒരു പാൻ എടുക്കുക, കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വലിയുള്ളി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. തിന്നാവാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ വേറെ വേവിക്കുന്നൊന്നുമില്ല. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ബാറ്റർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ് കൊണ്ട് തന്നെ ഒരു സൈഡ് വെന്ത് കിട്ടും. മറ്റേ സൈഡും ഒന്ന് തിരിച്ച് വേവിച്ചെടുക്കുക. അപ്പൊ നമ്മുടെ സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോട് കൂടി കഴിക്കുക. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കം, ടൊമാറ്റോ പോലെയുള്ള വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ പറ്റും കേട്ടോ. വെയിറ്റ് ലോസ് ടിപ്പ്, നമ്മൾ ഓയിൽ മാത്രം വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കുക.
പിന്നെ പൊട്ടാറ്റോ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്താൽ മതി കേട്ടോ. വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യുക. അത് നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിനെ വളരെ ഹെൽത്തി ആക്കുന്നതാണ്. നല്ല പ്രോട്ടീൻ ഉണ്ട്, നല്ല ഫൈബർ റിച്ച് ആണ്, ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സാറ്റിസ്ഫൈങ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ഇനി പറയാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് ഏറ്റവും നമ്മൾ ഈ പറഞ്ഞതിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആണ് ബോയിൽഡ് എഗ്ഗും വെജിറ്റബിൾസും. വെയിറ്റ് ലോസ് ജേർണി കോംപ്ലിക്കേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് നല്ല റിസൾട്ട് നൽകുന്നത്. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് കുക്കിംഗ് സ്കില്ലൊന്നും വേണ്ട. ബിസി മോർണിംഗ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും. 2 ബോയിൽഡ് എഗ് എടുക്കുക, അതിന്റെ കൂടെ നമ്മുടെ കക്കരി, ക്യാരറ്റ്, ടൊമാറ്റോ, ഒണിയൻ ഇവയൊക്കെ റോ ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും അതുപോലെ ചെറുനാരങ്ങ നീരും ഒക്കെ ഒഴിച്ചിട്ട് പെട്ടെന്നൊരു സാലഡ് റെഡിയാക്കി എടുക്കുക. ഇതില് ഒരു വെയിറ്റ് ലോസ് ടിപ്പ് എന്നുള്ളത് എഗ്ഗ് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ബോയിൽഡ് വേർഷൻ ആണ് ബെറ്റർ ആയിട്ട് വരുന്നത്. വെജിറ്റബിൾസിന്റെ ക്വാണ്ടിറ്റി കൂടുതലാക്കാൻ ശ്രമിക്കുക. ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബോഡി ലൈറ്റ് ഫീലിംഗ് ഒക്കെ ചെയ്യാനുള്ള എനർജി, ഒരു ഫുൾ ഡേ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഈ പൊറാട്ട. പൊറാട്ട എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും അല്ലേ വെയിറ്റ് ലോസിന് പൊറാട്ട പറ്റില്ല എന്ന്. പക്ഷെ ശരിയായ രീതിയിൽ ഉണ്ടാക്കിയാൽ പൊറാട്ട പോലും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആട്ടോ. ഈ റെസിപ്പിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മേത്തി ലീവ്സ്, അത് കൊറിയാണ്ടർ ലീവ്സ്, അതുപോലെ അത് നമ്മുടെ ഡൈജഷൻ ഇംപ്രൂവ് ആവാനും ക്രേവിങ്സ് കുറയ്ക്കാനും ബോഡി ലൈറ്റ് ഫീൽ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിൽ നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ ധാരാളം പ്രോട്ടീൻ ഉണ്ട്, അത് ഫൈബർ കൂടുതൽ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സാറ്റിസ്ഫൈങ് ആണ്. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ബട്ടർ, ഓയിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അതുപോലെ സ്റ്റഫിങ്ങിന് നമ്മുടെ ഗ്രീൻ പീസും കാര്യങ്ങളൊക്കെ കൂടുതൽ എടുക്കുക. റെസിപ്പി നോക്കാം കേട്ടോ. ഒരു ബൗളിൽ നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിന്റെ മാവ് റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് ഗ്രീൻ പീസ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതിൽ ഒരു പാൻ എടുത്ത് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട് കുറച്ച് ജീരകം, അതിലേക്ക് കുറച്ച് കായപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, എന്നിട്ട് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് വെള്ളം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതൊന്നും നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതും കൂടി ചേർത്തിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്നും കൂടി അത് പരത്തിയെടുക്കുക. ഇപ്പൊ നമ്മുടെ പൊറാട്ട റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഇത് നമ്മുടെ ചട്നിയുടെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. ഇതിലെ വെയിറ്റ് ലോസ് ടിപ്പ് എന്ന് പറയുന്നത് പൊറാട്ടയുടെ എണ്ണം കൂടാതെ ശ്രദ്ധിക്കുക. ഒരു മീഡിയം സൈസ് പൊറാട്ട തന്നെ മതിയാവും. തൈരൊക്കെ വെച്ചിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇനി ഒരു ഹെൽത്തി ട്വിസ്റ്റ് കൊടുത്താൽ നമ്മുടെ പൊറാട്ട പോലും ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആവുമെന്ന് ഈ റെസിപ്പി നിങ്ങളെ കാണിച്ചു തന്നു അല്ലേ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. നല്ല ബ്രേക്ക്ഫാസ്റ്റ് മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും നമ്മുടെ അമിതമായിട്ടുള്ള വിശപ്പ് കുറയ്ക്കുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ, നമ്മുടെ വെയിറ്റ് നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ ആയുർവേദ് പ്രോഗ്രാം എന്നുള്ളത് വെറും വെയിറ്റ് ലോസ് മാത്രമല്ല, ആരോഗ്യകരമായിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ജീവിത ശൈലി രൂപപ്പെടുത്തണം എന്നുള്ളവർക്കും സഹായകമാണ്. ശരിയായ ഭക്ഷണക്രമം, എക്സസൈസ്, പിന്നെ നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈല്, ഇതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകും. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനും ഫുൾ എനർജി നിലനിർത്താനും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യാനൊക്കെ സഹായിക്കും. നല്ല ഭക്ഷണശീലം, സ്ഥിരമായിട്ടുള്ള ഒരു ആരോഗ്യ പരിപാലനം ഉണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ശീലം ആരംഭിക്കണം. ആയുർഫിറ്റിനോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഹെൽത്തി ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.